2025 ഏപ്രിൽ 11 ഒരു പുതുചരിത്രത്തിന്റെ ഉന്മേഷത്തോടെയാണ് കേരളത്തിലെ തീരപ്രദേശങ്ങൾ ഉണർന്നത്. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണിത്. കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുക, കടലും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. 3 ഘട്ടങ്ങളിലായാണ് പരിപാടി കേരള തീരത്ത് നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 11 ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ടമായ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം രാവിലെ 7 മണി മുതൽ കേരളത്തിൻ്റെ തെക്ക് കൊല്ലങ്കോട് മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള 590 കിലോമീറ്റർ കടൽ തീരത്ത് 483 ആക്ഷൻ കേന്ദ്രങ്ങളിലായി 12,000-ഓളം സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ശംഖുമുഖത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഷറീസ്, സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. സ്പെഷ്യൽ സെക്രട്ടറി, ഡയറക്ടർമാർ, ഡെപ്യൂട്ടി ഡയറക്ടർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. വളരെ മാതൃകാപരമായ അഭിനന്ദനാർഹമായിട്ടുള്ള പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. നേരത്തെ 1ാം ഘട്ടം പൂർത്തിയാക്കി, ഇപ്പോൾ 2ാം ഘട്ടമാണ്. കഴിഞ്ഞൊരു വർഷം മാലിന്യ നീക്കത്തിൽ സർവകാല റെക്കോർഡ് കൈവരിച്ച വർഷമാണ് 2024-25. ഈ ക്യാമ്പയിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി 66,166 ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിച്ച് നീക്കം ചെയ്തത്, പ്രോസസ് ചെയ്തത്. തീരവും കടലും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ അടുത്ത ഘട്ടവുമായി ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പിനെ ഈ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനെയും ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി അങ്ങേയറ്റത്ത് നന്ദി അറിയിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ, ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ശുചിത്വ സാഗരം സുന്ദരതീരം. യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യഘട്ടം ബോധവൽക്കരണമായിരുന്നെങ്കിൽ 2ാം ഘട്ടം സുന്ദരമായ തീരം സൃഷ്ടിക്കുക എന്നതാണ്. എല്ലാ മാസവും 2nd സാറ്റർഡേ ഈ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ ശുചീകരണം തീരദേശ മേഖലയിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ശുചീകരണം എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തീരദേശത്തെ കടലോര മേഖലയിൽ പൂർണ്ണമായി പ്ലാസ്റ്റിക് ഒഴിവാകുന്നത് വരെയും നമ്മുടെ ശുചീകരണം തുടരണം. അതിനുവേണ്ടി 200 മീറ്റർ ഇടവിൽ
ഓരോ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. ഓരോ ബോട്ടിൽ ബൂത്തുകൾ 200 മീറ്റർ ഇടയിൽ സ്ഥാപിക്കുന്നതോടൊപ്പം നമ്മളുടെ ഹാർബറുകൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന പ്രദേശങ്ങൾ കൂടുതൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും. ഒരു വലിയ ബോധവൽക്കരണം ഇതിനകത്ത് ആവശ്യമാണ്. ഈ പ്രദേശങ്ങളിൽ എത്തുന്നവരൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഈ ബോട്ടിൽ ബൂത്തിൽ നിക്ഷേപിക്കണം. ബോട്ടിൽ ബൂത്തിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയ പൂർണ്ണ വിജയത്തിലെത്തുമ്പോൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ ഹരിതകർമ്മസേന വഴി, ക്ലീൻ കേരള കമ്പനി വഴി കൃത്യമായി ഏറ്റെടുത്ത് നമുക്ക് പൂർണ്ണമായി മാലിന്യ വിമുക്തമാക്കാൻ പറ്റും, പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ പറ്റും. മൂന്നാമത്തെ ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അത് ശുചിത്വ സാഗര പദ്ധതിയാണ്. 590 കിലോമീറ്ററോളം നീളം വരുന്ന തീരദേശ പ്രദേശങ്ങൾ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ വിനോദസഞ്ചാര മേഖല കൂടിയാണ് നമ്മുടെ ഈ തീരദേശ മേഖല. ഒരുപാട് ആഭ്യന്തര വൈദേശിക സന്ദർശകർ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളാണ്. അതിനേക്കാൾ ഉപരിയായി ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരായ നമ്മുടെ തൊഴിലാളികൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരൊക്കെ അവരുടെ ഉപജീവനവും അവരുടെ ജീവിതവും കൊണ്ടു നടക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. ഈ തീരദേശ മേഖലകൾ അതിൻ്റെ വികസന പാതയിലാണെങ്കിലും ജനങ്ങളുടെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സന്ദർശകരും മറ്റുമൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് ആ ഭീഷണി നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 9 തീരദേശ പ്രദേശങ്ങളിലെ വിവിധ ആക്ഷൻ കേന്ദ്രങ്ങളിലാണ് ശുചീകരണങ്ങൾ നടന്നത്. ഓരോ കിലോമീറ്റർ വീതം അടയാളപ്പെടുത്തി ഓരോ കിലോമീറ്ററിലും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 25 സന്നദ്ധ പ്രവർത്തകർ വീതം ഉൾപ്പെടുന്ന 483 ആക്ഷൻ ഗ്രൂപ്പുകളെ സജ്ജമാക്കിയിരുന്നു. ഓരോ ആക്ഷൻ ഗ്രൂപ്പുകളും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് അതാത് ആക്ഷൻ കേന്ദ്രങ്ങളിൽ സംഭരിച്ചു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവും അതിൻ്റെ പുനരുപയോഗവുമാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. പ്ലാസ്റ്റിക്, ഡയപ്പർ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങി പലയിനം മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. പൊതുജനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, പരിസ്ഥിതി പ്രവർത്തകർ, മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, സംഘടനകൾ, സാംസ്കാരിക സാമുദായിക സംഘടനകൾ, മാധ്യമങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ളവർ പരിപാടിയുടെ ഭാഗമായിരുന്നു.
കടലോരത്തെയും കടലിലെയും മാലിന്യം എങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഈ പദ്ധതി ഉത്ഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ ഘട്ടമായിട്ട് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസ് നടത്തി. കേരളത്തിലെ കോസ്റ്റൽ ലൈൻ 590 കിലോമീറ്റേഴ്സ് ത്രൂ ഔട്ട് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസ് നടത്തി. ബൈക്ക് ഷോസ്, റാലീസ്, വിവിധ തരത്തിലുള്ള ക്യാമ്പയിൻസും കോമ്പറ്റീഷൻസും സ്കൂൾസ്, കോളേജസ് ആൻഡ് ഫിഷർ കമ്മ്യൂണിറ്റിയുടെ ഇടയിലും നടത്തി. ആ ഒന്നാം ഘട്ടത്തിന് ശേഷം ഇന്ന് രണ്ടാം ഘട്ടത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സാറും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറ് കൂടി നിർവഹിച്ചിട്ടുള്ളത്. 1,54,816 കിലോ മാലിന്യങ്ങളാണ് ഫിഷറീസ് വകുപ്പ് ശേഖരിച്ച് നീക്കം ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിൽ 22,951 കിലോഗ്രാമും, കൊല്ലം 6,210 കിലോ, ആലപ്പുഴ 8,965, എറണാകുളം 10,916, തൃശൂർ 14,491, മലപ്പുറം 22,526, കോഴിക്കോട് 25,023, കണ്ണൂർ 23,874, കാസർഗോഡ് 19,359 കിലോഗ്രാം മാലിന്യങ്ങളാണ് കടൽ തീരങ്ങളിൽ നിന്നും ശേഖരിച്ച് നീക്കം ചെയ്തത്. പ്ലാസ്റ്റിക് കുപ്പികൾ, വലകളുടെ അവശിഷ്ടങ്ങൾ, ക്യാരി ബാഗുകൾ തുടങ്ങിയ മാലിന്യങ്ങളായിരുന്നു തീരങ്ങളിൽ പ്രധാനമായും അടിഞ്ഞുകൂടിയിരുന്നത്. ക്ലീൻ കേരള കമ്പനി, ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരുടെ ചുമതലയിൽ മാലിന്യങ്ങൾ ഷ്രെഡിംഗ് യൂണിറ്റുകളിലേക്ക് മാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കും. തുടർന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന് ജനസാന്ദ്രതയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ 1200 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും. ഒരു മാസ് ക്ലീനിങ് ഡ്രൈവാണ് കേരളത്തിലെ കോസ്റ്റൽ ലൈൻ. അഗെയിൻ 590 കിലോമീറ്റേഴ്സ് ഉള്ള കോസ്റ്റൽ ലൈനിൽ നമ്മൾ 482 ആക്ഷൻ പോയിന്റേഴ്സ് മാപ്പ് ചെയ്തു. ഈ ആക്ഷൻ പോയിന്റിൽ ഒരു ചാർജ് ഓഫീസർ, വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ ചാർജ് ഓഫീസറായിട്ടും ആ ചാർജ് ഓഫീസറിൻ്റെ കൂടെ 25 വോളണ്ടിയേഴ്സ് ഈച്ച് ആക്ഷൻ പോയിന്റിൽ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ വോളണ്ടിയർ രജിസ്ട്രേഷൻ കുറച്ച് പ്രയറായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ ഡോക്സ് വഴിയും വെബ്സൈറ്റ് മുഖാന്തരമൊക്കെ വോളണ്ടിയർ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം വി പ്രിപ്പയർഡ് എ പ്ലാൻ ആൻഡ് ഈ 482 ആക്ഷൻ കേന്ദ്രാസിൽ ഇന്ന് നമ്മുടെ 9 തീരദേശ ജില്ലകളിലായിട്ട് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, മത്സ്യഫെഡ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. 2022 തീരദേശങ്ങൾ ക്ലീനാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജൂൺ 8 സംസ്ഥാനതല ഉദ്ഘാടനത്തോടുകൂടി ഒന്നാം ഘട്ടമായ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ഹാർബറുകൾ കേന്ദ്രീകരിച്ച് കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവും പുനരുപയോഗവും തുടർ ക്യാമ്പയിനുമാണ് മൂന്നാം ഘട്ടത്തിൽ സംഘടിപ്പിക്കുന്നത്. കടൽ തീരം പ്ലാസ്റ്റിക് മുക്തവും ശുചിത്വമുള്ളതും മനോഹരവുമാക്കുന്ന ഒരു ജില്ലയെ തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയുടെ എവർറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. 9 മറൈൻ ജില്ലകളിൽ നിന്നും മികച്ച പ്രവർത്തനം നടത്തുന്ന 2 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. സംസ്ഥാനത്തിൻ്റെ കടലോരം ഇനി ക്ലീനാകും. നന്ദി.